ന്യൂ മാത്സ് എക്സാമിനേഷനായിട്ട് ബന്ധപ്പെട്ട വേറെ ചില ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു ചോദ്യം ഇങ്ങനെയാണ്: തുടർച്ചയായ രണ്ട് ഒറ്റ സംഖ്യയുടെ ഗുണനഫലത്തോട് 1 കൂട്ടിയപ്പോൾ 400 കിട്ടി, സംഖ്യകളേവ? തുടർച്ചയായ രണ്ട് ഒറ്റ സംഖ്യകളുടെ ഗുണനഫലത്തോട് 1 കൂട്ടിയപ്പോൾ 400 കിട്ടിയെങ്കിൽ സംഖ്യകളേവ എന്നുള്ളതാണ് ചോദ്യം. ഇങ്ങനെ ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ എളുപ്പവഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തുടർച്ചയായ രണ്ട് ഒറ്റ സംഖ്യയുടെ ഗുണനഫലത്തോട് 1 കൂട്ടിയപ്പോൾ കിട്ടിയ 400ന്റെ വർഗ്ഗമൂലം, അതായത് സ്ക്വയർ റൂട്ട് കാണുക. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 400. സ്ക്വയർ റൂട്ട് ഓഫ് 400 എത്രയാണ്? 20 × 20 ആണ് 400. അപ്പോൾ 20 കിട്ടും. ആ 20-ൽ നിന്ന് 1 കുറവായതായിരിക്കും ആ ഒറ്റ സംഖ്യയിലെ ചെറിയ സംഖ്യ. അതായത് 20-ൽ നിന്ന് 1 കുറവ് എത്രയാണ്? 20-ൽ നിന്ന് 1 കുറവ് എത്രയാണ്? 19 ഈ 19 ആയിരിക്കും ആ രണ്ട് ഒറ്റ സംഖ്യയിൽ ചെറിയ സംഖ്യ. അപ്പോൾ ചെറിയ സംഖ്യ 19 ആണെങ്കിൽ മറ്റേ സംഖ്യ അതിനോട് 2 കൂട്ടിയാൽ മതിയല്ലോ. അപ്പോൾ 19ഉം 19 2 21. ഈ രണ്ട് സംഖ്യകളായിരിക്കും അതിന് ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഇങ്ങനെ ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ തുടർച്ചയായ രണ്ട് ഒറ്റ സംഖ്യയുടെ ഗുണനഫലത്തോട് 1 കൂട്ടിയപ്പോൾ 400 കിട്ടി. ആ രൂപത്തിലുള്ള ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ആ 400ന്റെ അല്ല ആ സംഖ്യയുടെ വർഗ്ഗമൂലം കാണുന്നു. അതിൽ നിന്ന് 1 കുറവായിരിക്കും ചെറിയ സംഖ്യ. മറ്റേ സംഖ്യ കാണാൻ വേണ്ടി അതിനോട് 2 കൂടി കൂട്ടിയാൽ മതിയാവും. അപ്പോൾ ഇത് ഒരു ഒറ്റസംഖ്യ, ആദ്യത്തെ ഒറ്റസംഖ്യ n ആണെങ്കിൽ മറ്റേ ഒറ്റസംഖ്യ n+2 എന്നെടുത്ത് n × n+2 അതിനോട് 1 കൂട്ടിയാൽ 400 കിട്ടും എന്നെടുത്ത് എക്സ്പാൻഡ് ചെയ്താൽ x² + 2n+1 = 400. അതുകൊണ്ട് ഇത് n+1² എക്സ്പാൻഷനാണ്. അത് 400 കിട്ടും. അതുകൊണ്ട് n+1 എന്ന് പറയുന്നത് √400, അതായത് 20 വരും. n+1 20 ആയതുകൊണ്ട് n = 20 - 1, അതായത് 19. ഇങ്ങനെയുള്ള ക്രിയേറ്റ് ചെയ്തിട്ടാണ് ആൻസറിലേക്ക് എത്തുന്നത്. അപ്പോൾ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഈ ഒരു കാര്യം പറഞ്ഞാൽ 1 കൂട്ടിയപ്പോൾ 400 കിട്ടിയെങ്കിൽ ആ സംഖ്യ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ റൂട്ട് കണ്ടുപിടിച്ച് അതിൽ നിന്ന് 1 കുറച്ചാൽ മതി. അങ്ങനെ ചെറിയ സംഖ്യ കിട്ടുന്ന ആശയം മനസ്സിലാക്കി കൊടുത്താൽ മതിയാവും. വേറെ ചോദ്യം പരിശോധിക്കാം. 1 2 3 4 5 1 2 3 4 5 1 2 3 4 5 ഇങ്ങനെ തുടരുന്ന ക്രമത്തിലെ ആദ്യത്തെ 2022 സംഖ്യയുടെ തുക എന്തുള്ളതാണ്? 1 2 3 4 5 1 2 3 4 5 എങ്ങനെ പോകുന്ന ഈ ഒരു ക്രമത്തിലെ ആദ്യത്തെ 2022 സംഖ്യയുടെ തുക എന്തായിരിക്കും എന്നുള്ളതാണ് കണക്കാക്കേണ്ടത്. അപ്പോൾ നമുക്കിത് ഓരോന്നും കൂട്ടി നോക്കുക എന്ന് പ്രായോഗികമല്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ നമുക്കറിയാം 1 2 3 4 5 ഇങ്ങനെ 5 സംഖ്യകളാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2022-ൽ എത്ര 1കളുണ്ട്, എത്ര 2കളുണ്ട്, എത്ര 3കളുണ്ട്, എത്ര 4കളുണ്ട്, എത്ര 5കളുണ്ട് എന്ന് പരിശോധിച്ചാൽ ഉത്തരത്തേക്ക് എത്താൻ പറ്റും. ഇവിടെ 2022 ആണ്. 2020 ആണെങ്കിൽ എത്ര എന്ന് കണക്കിൽ എളുപ്പമല്ലോ. 2020-ൽ ഇതിപ്പോൾ 2020 വരെ 2020 ആണെങ്കിൽ എത്ര 1കളുണ്ട്, എത്ര 2കളുണ്ട് എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ 5 എണ്ണമാണ് റിപ്പീറ്റ് ചെയ്തത്. അപ്പോൾ 2020-നെ 5 കൊണ്ട് ഹരിച്ചു നോക്കിയാൽ മതി. 2020-നെ 5 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 404 കിട്ടും. അപ്പോൾ 2020-ൽ 4×4 1കളുണ്ടാവും, 4×4 2കളുണ്ടാവും, 4×4 3കളുണ്ടാവും, 4×4 4കളുണ്ടാവും, 4×4 5കളുണ്ടാവും. അപ്പോൾ അവയുടെ ആകെ തുക എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് 4×4 എന്ത് ചെയ്താൽ മതി? ഈ 1ന്റെയും 2ന്റെയും 3ന്റെയും 4ന്റെയും 5ന്റെയും തുക കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 4×4 × 1 + 2 + 3 + 4 + 5 ഇത് കണക്കാക്കിയാൽ മതി. ഇത് 2020 ആകുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ എന്ത് കിട്ടും? നമുക്ക് 4×4 × 1 2 3 3 6 4 15 15 എന്ന് കിട്ടും. അപ്പോൾ 4×4 × 15 4×4 15 കൊണ്ട് ഗുണിച്ച് നോക്കാം. നമുക്ക് 5 4 20 5 0 0 + 2 2 4 5 20 1 4 4 1 0 0 1 4 4 0 6 0 6 6060 കിട്ടും. അപ്പോൾ 6060 ആണ് ഈ രീതിയിൽ 2020 സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ. ഇനി എന്ത് ചെയ്യണം? 2022 ആണ്. അപ്പോൾ 2 സംഖ്യകളുടെ ഏതൊക്കെ 2 സംഖ്യകൾ 1 ഉം 2 ആയിരിക്കും ആവർത്തിക്കുന്നത്. അപ്പോൾ 6060ന്റെ കൂടെ ഈ 1 ഉം 2 കൂടി അങ്ങ് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ എന്ത് നമുക്ക് 6020-ഉം 1 2 കൂട്ടി 3, അപ്പോൾ 6063 എന്ന് കിട്ടും. അപ്പോൾ 6063 ആണ് ഈ സംഖ്യകൾ ഇങ്ങനെ 2022 പ്രാവശ്യം ആവർത്തിച്ചാൽ കിട്ടുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. വേറെ ചോദ്യം: ഒരു സംഖ്യയുടെ 50% 300 ആണ്. ആ സംഖ്യയുടെ 40% എത്ര? ഇതൊരു മനക്കണക്കായി ചെയ്യാൻ പറ്റുന്ന കണക്കാണിത്. ഒരു സംഖ്യയുടെ 50% എന്ന് പറയുന്നത് 300 തന്നിട്ടുണ്ട്. അങ്ങനെയാണ് 40% എത്ര എന്നുള്ളതാണ്.
ഇതാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇതിൻ്റെ എളുപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ 50 40 ഒക്കെ 10ന്റെ ഗുണിതമാണല്ലോ. അപ്പോൾ 50% 300 ആണെങ്കിൽ 10% എത്രയാണെന്ന് കണക്കാക്കാം നമുക്ക്. 50% 300 ആണെങ്കിൽ 10% എന്ന് പറഞ്ഞാൽ ഈ 300ന്റെ 5-1 ഭാഗമായിരിക്കും. അതായത് 300ന്റെ 5-1 ഭാഗം എത്രയാണ്? 60. അപ്പോൾ 60 10%. അപ്പോൾ 10% എന്ന് ആ സംഖ്യയുടെ 10% എന്ന് പറയുന്നത് 60 കിട്ടി. നമുക്ക് 40% കണ്ടെത്തേണ്ടത്. ഈ 40% എന്ന് പറയുന്നത് 10%-ന് 4 മടങ്ങാണ്. അപ്പോൾ 40% കാണാൻ എന്ത് ചെയ്താൽ മതി? 40% കാണാൻ വേണ്ടിയിട്ട് 60ന്റെ 4 മടങ്ങ് കണ്ടെത്തിയാൽ മതി. 60 ഗുണിക്കണം 4, അതായത് 240 കിട്ടും. അപ്പോൾ 240 ഉത്തരമായിട്ട് വരിക. ഇങ്ങനെ മനക്കടമായി ചെയ്യാം. മറ്റൊരു വഴി എന്താ വെച്ചാൽ എങ്ങനെ ചെയ്യാം? 50% എന്ന് പറയുന്നത് 300 ആണെങ്കിൽ 40% എന്ന് പറയുന്നത് എത്ര? ഇത് എക്സാം മറ്റേ വിചാരിക്കും അല്ലെങ്കിൽ എത്ര എന്ന് കണക്കാക്കുന്നു. അതിനുള്ള എപ്പോഴും എന്താ ചെയ്യുക? ക്രോസ് ആയിട്ട് ഗുണിക്കുക. അവിടെ ഗുണിച്ചു കഴിഞ്ഞാൽ 50x സമം എന്ത് കിട്ടും? 40×300 വരും. 40×300. അതുകൊണ്ട് x സമം 40×300 ഹരിക്കണം എത്ര? 50 വരും. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ത് കിട്ടും നമുക്ക്? ഇവിടെ ഒരു 0 പോകും. അല്ലെങ്കിൽ 50 300 6 പ്രാവശ്യം പോകും. 50 300 6 പ്രാവശ്യം പോകും. 6×40 240 ഈ രൂപത്തിലും കണക്കാക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ മനക്കണക്കായിട്ട് ഈ ഉത്തരം രേഖപ്പെടുത്താൻ വേണ്ടി സാധിക്കും. വേറെ ചോദ്യം, 210 + 211 + 212 + 213 + 214 ഏത് സംഖ്യ കൂട്ടിയാൽ 215 കിട്ടും? ഈ ചോദ്യത്തിന്റെ ഉത്തരം എല്ലായ്പ്പോഴും ഇവിടുത്തെ ഈ ആദ്യത്തെ സംഖ്യ തന്നെയായിരിക്കും. അതായത് 210 ആദ്യത്തെ ഇത് തന്നെയാണ് ഉത്തരമായിട്ട് വരിക. ഇത് ഈ 2ന്റെ കേസിന് മാത്രമാണ്. അതായത് 210 11 12 13 14 ഇത്ര വരെയാണ് കൃതികളുള്ളത്. അത് കൂട്ടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ചോദിക്കുന്നത് അതിന് തൊട്ടടുത്ത കൃതിയായ 215 കിട്ടാൻ വേണ്ടിയിട്ട് എത്ര കൂട്ടണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് ആൻസർ എല്ലായ്പ്പോഴും 210 ആദ്യത്തെ സംഖ്യ തന്നെ ആയിരിക്കും. ഇത് 3:10 ആരൂപത്തിലാണെങ്കിൽ അല്ല കേട്ടോ. ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഇത് ഞാൻ ചെയ്ത് കാണിക്കുക അതിനെ കിട്ടുന്നുള്ളത്. 2:10 + 2:11 + 2:12 + 2:13 + 2:14 ഇതിനോട് ഏത് സംഖ്യ കൂട്ടിയാൽ 2:15 കിട്ടുന്നതാണ് എന്ത് ചെയ്യണം? ഇത്രയും തുക 2:15 എന്ത് ചെയ്യണം? കുറക്കണം. ഈ തുക മുഴുവനാണെന്ന് കുറച്ചാൽ മതി. ഇതാണ് അതിന് ചെയ്യേണ്ട ക്രിയ. 2:15 നിന്ന് ഇത് എല്ലാം കൂടി കൂട്ടിയത് കുറക്കണം. ഇനി 2:15 കുറക്കണം. ഇതില് 2:10 2:15 2:12 2:13 2:14 ഇതിലെല്ലാം പൊതുവായിട്ട് 2:10 ഉണ്ടല്ലോ. അപ്പൊ 2:10 ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ 1 വരും. പ്ലസ് ഇവിടെ 2:1 2 വരും. പ്ലസ് ഇവിടെ 2² 4 വരും. ഇവിടെ 2:3 8 ഉണ്ടാവും. പിന്നെ 2:4 16. അപ്പോൾ ഇതാണ് ഈ 2:10 വെളിയിലെടുത്താൽ ബാക്കി ഉള്ളിൽ ഉണ്ടാവുക. അപ്പോൾ വീണ്ടും ഇത് മാറ്റി 2:15 കുറക്കണം. 2:10 ഇൻറ്റു 1 2 3 4 7 8 15 16 31 കിട്ടും. 2:10 ഇൻറ്റു 31 വരും. ഇനി 2:15 2:10 ഇൻറ്റു 31 2:10 വെളിയിലെടുത്ത് കഴിഞ്ഞാൽ 2 പൊതുവായിട്ടുള്ളത് 2:10 വെളിയിലെടുത്ത് കഴിഞ്ഞാൽ 2:10 ഇൻറ്റു ഇവിടെ 2:15 2:10 വെളിയിലെടുത്താൽ ബാക്കി 2:5 ഉണ്ടാവും. മൈനസ് ഇവിടെ 31 ഉണ്ടാവും. അത് വീണ്ടും മാറ്റി 2:10 ഇൻറ്റു 2:5 എന്നത് 2 × 2 × 2 × 2 2 അതായത് 5 2 32 കിട്ടും. 32 മൈനസ് 31 ഉണ്ടാവും. അതായത് 2:10 ഇൻറ്റു 32 31 കുറച്ചാൽ 1 ഇടും. 2:10 ഇൻറ്റു 1 2:10. ഇതാണ് ഇതിൽ ക്രിയ ചെയ്യുന്ന രീതി. ഇതിൻ്റെ ആൻസർ ഈ 2:10 എത്തുക. ഇനിയിപ്പം 2:9 + 2:10 + 2:12 + 2:13 + 2:14 ഏത് സംഖ്യ കൂട്ടി 2:15 കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 2:9 ഉത്തരം. ഈ രീതിയിൽ എളുപ്പത്തിൽ ഇതിനെ കാണാൻ വേണ്ടി സാധിക്കും.